ഹലോ, ബിഗിനേഴ്സിന് പറ്റിയിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പറഞ്ഞുതരാൻ പറ്റണ പോലെ തന്നെ ഞാൻ പറഞ്ഞുതരാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ തുണി എടുത്തിട്ടുള്ളത് ലെങ്ത്ത് വന്നിട്ട് ഒരു 15.5 അതുപോലെ വീതി വന്നിട്ടുള്ളത് ഒരു 9.5 കേട്ടോ. അത് നമ്മൾ ഇതുപോലെ നാലാക്കി ഫോൾഡ് ചെയ്തിട്ടുള്ള വീതിയാണ് 9.5. അത് കഴിഞ്ഞിട്ട് ഞാൻ ഷോൾഡർ 4.5 അടയാളപ്പെടുത്തി. അതിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ആം ഹോളും 4.5 കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നെക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 2.5 വീതി, ലെങ്ത്ത് വന്നിട്ട് 3 കേട്ടോ. പിന്നെ ഞാൻ ചെസ്റ്റാണ് അടയാളപ്പെടുത്തേണ്ടത്. ചെസ്റ്റിൽ വന്നിട്ട് 7.5. അതിന് ഞാൻ ഒരു ഷേപ്പും ഇല്ലാതെ ജസ്റ്റ് അടിക്ക് അങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടാണ് ചെയ്തത് കേട്ടോ. എന്നിട്ട് 1 ഇഞ്ച് ഞാൻ കൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മെഷർമെൻറ്റ് നമ്മൾ വരച്ച് കഴിയുമ്പോൾ കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഫസ്റ്റ് ഞാൻ ബാക്ക് നെക്കാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ കട്ട് ചെയ്തു. പിന്നെ നമ്മൾ കൈക്കുഴിയാണ് വെട്ടിയെടുക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ കൈക്കുഴിയുടെ അവിടെ ഒരു വളച്ച് കൊടുത്തിട്ടുണ്ട്. വെട്ടുമ്പോൾ കണ്ടില്ലേ, അതങ്ങനെ വളച്ച് കൊടുത്തോളൂ കേട്ടോ. ഞാനത് വീഡിയോ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അതങ്ങനെ വളച്ച് കൊടുത്തത് നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ബാക്ക് മാറ്റിയിട്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് പീസ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ, ഫ്രണ്ട് പീസ്. അപ്പോൾ നമ്മുടെ ലൈനിങ് ഒക്കെ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലേക്ക് വേണ്ട നെറ്റ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ നെറ്റ് 4 മടക്കിയിടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ലൈനിങ് ഇതിൻ്റെ മേലെ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ പിന്നെ നെറ്റുമ്പോൾ പിന്നെ വേറെ മെഷർമെൻ്റ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാനും സുഖമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ലൈനിങ് പീസ് അതിൻ്റെ മേലെ വെച്ചിട്ട് നെറ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് വെക്കുമ്പോൾ സൂക്ഷിച്ചൊക്കെ കട്ട് ചെയ്തെടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നിപ്പോവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നെറ്റും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുള്ള തുണി രണ്ടും ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല വശമാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഞാൻ പിന്നെ ഇതിന് വേറൊരു കോട്ടൺ ലൈനിങ് പീസ് വെച്ചിട്ടില്ല. ആകെ ഈ ഒരു ലൈനിങ് തന്നെ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മറച്ചിട്ടുള്ള സ്റ്റിച്ചിങ് അല്ല ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതുപോലെ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ഷോൾഡറും ആം ഹോളും ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത പോലെ അപ്പുറം സൈഡും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ അരികോടുള്ള ബാക്കിയുള്ള ക്ലോത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവുമല്ലോ, അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. നെക്കും ആം ഹോളൊക്കെ നമുക്കതുപോലെ ഒപ്പം വെച്ചിട്ട് കറക്റ്റ് ആക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തേക്ക് തട്ടാൻ പാടില്ല കേട്ടോ. അത് ആ ഭാഗം തട്ടാണ്ട് നമ്മൾ പുറത്തേക്ക് നിൽക്കുന്ന കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ക്രോസ് പീസാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ക്രോസ് ആക്കിയിട്ട് എടുത്തിട്ടുള്ള പീസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിനി പൈപ്പിങ് കൊടുക്കണത് കേട്ടോ. കഴുത്തിനും കൈക്കുഴിക്കൊക്കെ അങ്ങനെയാണ് കൊടുക്കണത്. അപ്പോൾ ക്രോസ് പീസ് ഞാൻ നെക്കുമ്പോൾ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് സെൻറ്ററായിട്ട് മടക്കിയിട്ട് ക്ലോസ് ആയിട്ടുള്ള ഭാഗം നമ്മുടെ നല്ല വശത്തോട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഓപ്പൺ ആയിട്ടുള്ള ആ വശം നെക്കിനോട് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് നെക്ക് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നെക്ക് ഫുൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കി കട്ട് ചെയ്ത ഭാഗമാണ് നമ്മളിനി ഷോൾഡർമേക്കും കൊടുക്കുന്നത്. കാരണം ക്രോസ് പീസ് ഞാൻ കുറച്ചധികം ലെങ്ത്തിലാണ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യേണ്ടത്. ഞാൻ ഈ വെച്ചതുപോലെയാണ് ഞാൻ ആദ്യം ജോയിൻ ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിന് ശേഷം മറച്ചിട്ടിട്ടാണ് നല്ല വശം ജോയിൻ ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കുട്ടികൾക്കാവുമ്പോൾ നമ്മുടെ മീത്ത് ഇങ്ങനെ കുത്തി തറയ്ക്കില്ല. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഷോൾഡർ കിട്ടുകയും ചെയ്യും കേട്ടോ. അതിന് ശേഷം ഞാൻ കൈക്കുഴിയൊക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ക്രോസ് പീസ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പുറത്തേക്ക് നിൽക്കുന്ന കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. അതിന് ശേഷം ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മടക്കി അടിക്കുമ്പോൾ നല്ല സുഖമായിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇപ്പുറത്തെ ആം ഹോളൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ അപ്പുറത്തെ വശം കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ലൈനിങ്ങിൻ്റെ അടിഭാഗം മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് നല്ല വശത്തേക്കല്ല, തിരിച്ച് പൊട്ട വശത്തേക്കാണ് ഞാനിതുപോലെ മടക്കി അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ലൈനിങ് പീസ് മടക്കി അടിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ലൈനിങ് ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഞാൻ അടിഭാഗത്ത് കുറച്ച് ലെങ്ത്തായിട്ട് നിൽക്കുന്ന ഭാഗം ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അത്ര ലെങ്ത്ത് ബാക്കിയൊരു നെറ്റാണ്, അത് പ്രത്യേകിച്ച് വർക്ക് കാര്യങ്ങൾ വരുന്നില്ല. അപ്പോൾ ഞാൻ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതായി നമുക്കിനി ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഞാൻ പൊട്ട വശങ്ങൾ തമ്മിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് പിന്നെയാണ് കേട്ടോ നല്ല വശങ്ങൾ തമ്മിൽ സ്റ്റിച്ച് ചെയ്യുന്നത്. അതായത് ഇതിൽ കാണുന്നത് പോലെ തന്നെ ഫസ്റ്റ് ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടാണ് ഞാൻ മറച്ചിട്ടിട്ട് പിന്നെ നമ്മൾ സാധാ സ്റ്റിച്ച് ചെയ്യാറുള്ള പോലെ കേട്ടോ സ്റ്റിച്ച് ചെയ്യണത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ മേത്ത് കുത്തി തറക്കില്ല, നല്ല ഫിനിഷിങ്ങിലായിട്ടൊരു സ്റ്റിച്ചിങ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ രണ്ട് സൈഡും ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡും നല്ല പെർഫെക്റ്റായിട്ട് സ്റ്റിച്ചിങ് വന്നിട്ടുണ്ട്. കുട്ടികളെ മേത്തൊന്നും കുത്തി തറക്കില്ല കേട്ടോ. ഒന്നാമത് നെറ്റ് ആകുമ്പോൾ അവർക്ക് വല്ലാത്ത അസ്വസ്ഥതയാകും അങ്ങനത്തെയൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സുഖമായിട്ട് ഇടുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലൊക്കെ കസ്റ്റമൈസേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, ഹെയർ ടിപ്സ് എന്നാണ്. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി.